ആദ്യമായി ഈശോ അപ്പച്ചനും കൃപാസനം മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിഡിയ ബാബു. ഞാൻ തൃശ്ശൂർ വെട്ടുകാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. എല്ലാ നേഴ്സുമാരെ പോലെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു പുറത്ത് ജോലി ചെയ്യണമെന്ന്. 2015 തുടങ്ങി ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. അതിനിടയിൽ എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് കൃപാസനത്തെ പറ്റി ഞാൻ അറിയാനിടയായി. ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാൻ പോസ്റ്റ് BSc പഠിക്കാനായിട്ട് മാതാവ് എനിക്കൊരു അവസരം ഒരുക്കി തന്നു. അങ്ങനെ പോസ്റ്റ് BSc പഠിച്ചു. എക്സാമിനിടയിൽ ഇതുപോലെ എനിക്ക് എന്തെഴുതണം എന്നറിയില്ല. എസ്സകൾ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഞാൻ കൃപാസന മാതാവിൻ്റെ കാശുരൂപം മുറുകെ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. അമ്മ എന്തെഴുതണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മാതാവ് എനിക്ക് ഹെഡിങ്സ് എൻ്റെ മെമ്മറിയിൽ കൊണ്ടുവന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി. എനിക്ക് എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കർണാടകയിൽ ഞാൻ NOCക്കായിട്ട് പോയി. തിരുവനന്തപുരത്ത് നിന്ന് NOC പേപ്പർ എൻ്റെ മാത്രം വന്നിട്ടില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം വന്നിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കൊന്തയും കാശുരൂപം പിടിച്ച് അവിടെ ഇരുന്ന് കൊന്തെത്തിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോസ്റ്റിൽ എൻ്റെ NOC പേപ്പർ വന്നു. അങ്ങനെ എൻ്റെ അതിനുള്ള പ്രോസസ്സിങ് എല്ലാം നടക്കാനും സാധിച്ചു. പിന്നെ ഞാൻ ജർമ്മൻ പഠിച്ചു. അങ്ങനെ B2 എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ജർമ്മനിയിലേക്ക് പോകാനായിട്ട്. 3 മൊഡ്യൂൾ എനിക്ക് കിട്ടി. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ എക്സാം എഴുതി. 3 മൊഡ്യൂൾ എനിക്ക് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്ക് അത് കിട്ടി. ഒരു മൊഡ്യൂൾ 6 ടൈം എഴുതി. 6ാമത്തെ പ്രാവശ്യം ഞാൻ മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് വെച്ചതിന് ശേഷം ആദ്യം വിസയ്ക്ക് വെച്ചു. ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനായിട്ട് മറന്നുപോയി. ഞാൻ കാശുരൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്കത് റിജക്ഷൻ വന്നു. അങ്ങനെ വീണ്ടും ഞാൻ വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ ഉപ്പിട്ട് കാശുരൂപം വെച്ച് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മിനിഞ്ഞാന്ന് എനിക്ക് ജർമ്മൻ വിസ അടിച്ച് ജോലിക്കായിട്ടുള്ള വിസ അടിച്ച് എൻ്റെ കയ്യിൽ കിട്ടി. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോയും മാതാവും എനിക്കായിട്ട് നേടിത്തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ പ്രാർത്ഥിക്കാനും മാതാവിനോട് കൂടുതൽ സ്നേഹിച്ച് പ്രാർത്ഥിക്കാനും സാധിച്ചു. കൂടുതൽ ടൈം പ്രാർത്ഥനയിൽ സമയം കണ്ടെത്താനും സാധിച്ചു. കൊന്ത ചെല്ലാനും അരമണിക്കൂർ ബൈബിൾ വായന മുടങ്ങാതെ ചെല്ലും. പിന്നെ കാരുണ്യപ്രവർത്തികൾ പേപ്പർ ഞാൻ പ്രാർത്ഥിച്ച് ഈശോയനെ പറഞ്ഞ് ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റോപ്പുകളിൽ, പള്ളികളിൽ യാത്രയുടെ സമയത്ത് ഞാൻ കൂടെ കൊണ്ടുപോകും, കൊടുക്കാറുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥിച്ച് ഞാൻ പേപ്പർ കൊടുക്കാറുണ്ട്. പിന്നെ പാവങ്ങളെ സഹായിക്കാറുണ്ട്. ഫുഡ് വാങ്ങാനായിട്ടുള്ള പൈസ കൊടുക്കാറുണ്ട്. അഗതി മന്ദിരത്തേക്ക് ഡ്രസ്സും ഫുഡും വാങ്ങാനായിട്ടുള്ള പൈസ കൊടുക്കാറുണ്ട്. രോഗികൾക്കുള്ള ധനസഹായങ്ങൾ നൽകാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഉടമ്പടി ജീവിതത്തിൽ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു വചനമാണിത്. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത വലിയ വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ഇന്നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളെല്ലാം പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്ന വലിയ ഒരു അത്ഭുത സ്ഥിതിയുള്ള ഒരു സ്ഥലമാണിതെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ കഴിവിലോ നമ്മുടെ മിടുക്കിലോ ഒന്നും തന്നെ നടക്കുന്നില്ല. മകൾ ലിഡിയ എന്ന ഈ സഹോദരി പോസ്റ്റ് BSc പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കഴിവിൽ ഇതൊന്നും നടക്കുന്നില്ല. കൃത്യമായും മകൾ ഏറ്റുപറയുകയാണ്, ഇതൊന്നും നോട്ട് ബൈ ഹെർ മെറിറ്റ്, ഒന്നും തന്നെ മകളുടെ മെറിറ്റിലല്ലായിരുന്നു നടന്നത്, എല്ലാം ദൈവത്തിൻ്റെ കൃപയിലായിരുന്നു. കാരണം തനിക്ക് ഒന്നും എഴുതാനോ ചിന്തിക്കാനോ സാധിക്കാതിരുന്ന സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് തന്നെ ഈ മകൾക്ക് അതിനുള്ള ഹെഡിങ് എല്ലാം പറഞ്ഞു കൊടുത്ത് പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചുവെന്നാണ് മകൾ ഏറ്റു പറയുന്നത്. എല്ലാം സമയച്ചുരുക്കത്തിൻ്റെ ഞൊടിയിടയിലാണ് ഈ മകളുടെ ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങളും നടന്നിരിക്കുന്നത്.
NOCയെക്കുറിച്ച് വളരെ ചിന്തിച്ചിരുന്ന സമയത്ത് വളരെ പെട്ടെന്നായിരുന്നു മകൾക്കിപ്പോൾ NOC പാസ്സായതെന്നും ലഭിച്ചതെന്നും പറയുന്നു. ഓരോ പ്രാവശ്യവും ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോഴെല്ലാം നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം ഈ മകൾ ചെയ്തിരുന്നു. എപ്പോഴും വിശ്വാസപ്രമാണം വിശ്വാസത്തോടുകൂടി ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഈ മകളുടെ ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. നാം എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കുമെന്ന ഉറപ്പോടുകൂടിയായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമ്മുടെ മറ്റുള്ളവർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു വിശ്വാസ ജീവിതം നാം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്കും കൂടി അത് പ്രതിഫലിക്കുന്ന തരത്തിൽ ഉടമ്പടിയിൽ ജീവിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ എനിക്ക് ഒരു നിത്യതയോളം ഇതൊരു നിത്യമായി ചെയ്യുന്നൊരു പ്രാർത്ഥനാ രീതിയാണെന്ന് എനിക്കും മറ്റുള്ളവർക്കും ദൈവത്തിൻ്റെ മുൻപിലും അതൊരു കടമില്ലാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഈ ലിഡിയ എന്ന ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വളരെ പ്രതിസന്ധികളിലൂടെ തരണം ചെയ്തുകൊണ്ടാണ് ഈ മകൾ മുന്നേറിയത്. എങ്കിലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകളുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്തുകൊണ്ട് ഒരു വലിയ ജീവിത സാധ്യത തുറന്നു കൊടുത്തുകൊണ്ടാണ് ഈ മകൾ ഇന്നിവിടെ നിൽക്കുന്നത്. മകൾക്ക് വിസ കിട്ടി പോകാൻ റെഡിയായിട്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയാനായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു നല്ല കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്ക് സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.